പൂക്കുളത്തല അഗ്രിഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവാണ്. കണ്ടോ, ഇത് 3-4 വർഷം കഴിഞ്ഞ പ്ലാവാണ്. നിറയെ ചക്കയായിട്ട് നിൽക്കുന്നത് അല്ലേ. ഇപ്പോൾ ചക്ക പറിക്കാനായി. ഇപ്പം പല വലുപ്പത്തിൽ നിറച്ച് കായ്ക്കും. ഇപ്പം ചക്ക ഞങ്ങൾക്ക് ഇപ്പം ഒരു 15 ദിവസം കഴിഞ്ഞാൽ നമുക്ക് മൂത്ത ചക്കയുണ്ട് പറിക്കാൻ വേണ്ടി. ഇതിനകത്തെല്ലാം ചക്കയുണ്ട്, ഫുള്ള് ചക്കയാണ്. അതാണ് വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ പ്ലാവാണിത്. നിറച്ച് ചക്ക കായ്ക്കും വളരെ പെട്ടെന്ന്. ഏകദേശം 1.5 വർഷം കൊണ്ട് ഇതിൻ്റെ മുകളിൽ ചക്ക പിടിക്കും. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ അണുകുടുംബത്തിലൊക്കെ ഏറ്റവും യോജിച്ച ചക്കയാണ്. വളരെ ചെറിയ ചക്ക, അധികം വലിപ്പമില്ലാണ്ട്, എന്നാൽ വലിപ്പമുള്ള ചക്കയുണ്ട് താനും. അപ്പോൾ നമ്മുടെ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ നമുക്ക് ഒരു ചക്ക ഉണ്ടെങ്കിൽ ഒരു ദിവസത്തേക്കുള്ളതായി പല വലിപ്പത്തിലുള്ള ചക്ക കാണിച്ചു തരാം. നിറയെ പിടിച്ചിരിക്കുന്നത് ഇത് അതിൻ്റെ മറ്റൊരു പ്ലാവാണ്. നല്ല വലിപ്പമുള്ള ചക്ക. ചിലർ പറയും ചക്ക അധികം വലിപ്പം വെക്കുകയായിരുന്നു, എന്നാലും ഇതാ നല്ല വലിപ്പത്തിലുള്ള ചക്കയുണ്ട്. നല്ല വലിപ്പത്തിലുള്ള ചക്ക. എല്ലാ ശേഖരങ്ങളിലും ചക്കയാണ്, എല്ലാ ശേഖരത്തിലും ചക്ക. ഈ താങ്ങാവുന്നതിനപ്പുറം ചക്കത്തെ പിടിച്ചിട്ടുണ്ട്. ഇത് ഓരോ വർഷം കഴിയും തോറും ചക്ക കൂടുതലാണ് പിടിക്കുന്നത്. ഇതുണ്ടോ ചക്ക, മാങ്ങ കൊലയായിട്ട് പിടിക്കുന്ന പോലെ തന്നെ ചക്ക പിടിച്ചേക്കുന്നത്. എത്രയാണെന്ന് നോക്കി, അടി മുതൽ മേലെ വരെ ചക്കയാണ്. ഇഷ്ടം പോലെ ചക്കയാണ്. നമുക്ക് ഒരു 2 പ്ലാവുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ ചക്ക നമുക്കത് ലഭിക്കുന്നതാണ്. ഇതെല്ലാം ചക്കയാണ്, ഇതിലെല്ലാം ചക്ക പിടിച്ചിട്ടുണ്ട്, നിറച്ചും ചക്ക. ഈ വർഷം ചക്ക കൂടുതലാണെന്ന് തോന്നുന്നു. ഓരോ കമ്പേടി ശിഖരങ്ങളിലെല്ലാം ചക്കയാണ്. ആണ് സൂപ്പർ എയർലിയുടെ പ്ലാവ്. ഇതിൻ്റെ തൈകൾ നമ്മുടെ നേഴ്സറി ലഭ്യമാണ്. ഇതേ മരത്തിൻ്റെ തന്നെ ഞങ്ങൾ ബെഡ് എടുത്ത് ഞങ്ങൾ ബെഡ് ചെയ്ത് പിടിപ്പിച്ച തൈകളുണ്ട് നമ്മുടെ അടുത്ത്. ഇഷ്ടംപോലെ തൈയുണ്ട് കേട്ടോ. എല്ലാ ശേഖരത്തിലും ചക്കയാണ്, എല്ലാ ശേഖരവും. അങ്ങേയറ്റം വരെ ചക്ക പിടിക്കും. ഇതാണ് ഈ വിയറ്റ്നാം സൂപ്പറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, എല്ലാ പ്ലാവിൻ്റെ അടി മുതൽ ചക്കയാണ്. കണ്ടോ, ചക്കയുടെ വെയിറ്റ് കൊണ്ട് പ്ലാവ് ചെരിഞ്ഞു പോയി. ഇവിടുന്ന് ചക്കയുടെ വെയിറ്റ് കൊണ്ട് പ്ലാവ് ഇങ്ങോട്ട് ചെരിഞ്ഞു. ഇതാണ് വിയറ്റ്നാം സൂപ്പർ പ്ലാവ്. ഇത് 4-5 വർഷമായ പ്ലാവാണ്. 4-5 വർഷമായി. എല്ലാ വർഷവും ധാരാളം ചക്ക കിട്ടുന്നുണ്ട്. ഈ വർഷം കുറച്ച് ചക്ക കൂടുതലാണെന്ന് തോന്നുന്നു എല്ലാ വർഷത്തേക്കാളും. ഇതിൻ്റെ തൈകളാണ് ഞങ്ങൾ അതിൻ്റെ തന്നെ ആ മരത്തിൻ്റെ തന്നെ ബെഡ് കമ്പ് എടുത്തിട്ട് നമ്മൾ ഒട്ടിച്ച് പിടിപ്പിച്ച തൈകളാണ്. വിയറ്റ്നാം സൂപ്പറിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ തൈകൾ നമ്മുടെ നേഴ്സറി ലഭ്യമാണ്. ആവശ്യക്കാർക്ക് ഞങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെടുക. തൈകൾ ഇഷ്ടം പോലെയുണ്ട് ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി. പുതിയതായിട്ട് ഇപ്പോൾ ബെഡ് ചെയ്ത് നിൽക്കുന്ന തൈകളുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വിയറ്റ്നാം സൂപ്പറിനെ പറ്റി പറയാനുള്ളത്. നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. ചെറുതാണ്, കുറച്ച് അധികം വലുപ്പമില്ല. ഇത് നല്ല മധുരമുള്ളതാണ്. വളരെ നേരത്തെ ഇപ്പം നമ്മൾ സാധാരണ പ്ലാവൊക്കെ ഇപ്പോൾ നമുക്ക് മുട്ടിട്ട് വരുന്നേ ഉള്ളൂ, ചൊട്ട ഇത് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. പക്ഷേ ഇത് നേരത്തെയായും ഒരു ഡിസംബറോട് ആദ്യം തന്നെ നമുക്ക് ചക്ക പറിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇത് ഒരു തവണ കഴിഞ്ഞിട്ട് പിന്നെയും അത് പിടിക്കുന്നുണ്ട്, 2 തവണയായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ വിയറ്റ്നാം സൂപ്പറിനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങൾ ആവശ്യക്കാർ നമ്മുടെ നേഴ്സറിയോട് ബന്ധപ്പെടുക. ഇതിൻ്റെ തൈകൾ ധാരാളം നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ചെറുപുഴ നേഴ്സറി, സുള്ളിയ നേഴ്സറി, വൈപ്പില നേഴ്സറി, ഈ 3 നേഴ്സറിയിലും നല്ല തൈകൾ ലഭ്യമാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.